ഹലോ, അബീസ് വെയിലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു വലിയ സർപ്രൈസ് തരാം. ഏറ്റവും വലിയ കോമഡി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ ഇന്നലെ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ തൊട്ട് എന്നോട് നാളെ ഒരു സർപ്രൈസ് ഉണ്ടേ. പിന്നെ കുറേ ചോദിച്ചേടാ പറയടാ എനിക്ക് ക്ഷമയില്ലടാ എന്നൊക്കെ പറഞ്ഞ് പറയില്ല ഞാൻ സർപ്രൈസ് പറയില്ല എന്ന് പറഞ്ഞ് അത് വരുമ്പോൾ അമ്മി ഞെട്ടുമെന്ന് പറഞ്ഞ് എടാ ഇന്നലെ രാത്രി ഷോപ്പിൽ നിന്ന് ഇറങ്ങിയപ്പോഴും ഞാൻ ഇവൻ്റെ അടുത്ത് ചോദിച്ചു എടാ പറയടാ. അപ്പം ഇല്ല നാളെ അമ്മി നാളെ ഞെട്ടും. രാവിലെ ചോദിച്ചപ്പോഴും പറഞ്ഞ് ഞാൻ ഞെട്ടുമെന്ന്. എനിക്ക് രാവിലേക്ക് പിന്നെ എന്തായിരിക്കും സർപ്രൈസ് എന്നൊക്കെ പറഞ്ഞ് ചേച്ചിയുടെ മോള് വന്നപ്പോൾ ഞാൻ അവളോട് ചോദിച്ചേടി ഇന്ന് എന്തോ എനിക്ക് സർപ്രൈസ് തരാമെന്ന് പറഞ്ഞല്ല, ഇവിടെ ഒന്നിരിക്കും സർപ്രൈസ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു എനിക്കറിയാം, പക്ഷെ ഞാൻ പറയത്തില്ല, അവൻ സർപ്രൈസ് എന്നല്ലേ പറഞ്ഞിരിക്കണേന്ന് പറഞ്ഞ്. അപ്പം ഞാൻ പറയടി എന്ന് പറഞ്ഞപ്പോൾ അവളും പറഞ്ഞില്ല പറയില്ല അവൻ വരുമ്പോൾ തരും, സർപ്രൈസ് ഉണ്ടാകും, അപ്പം അറിഞ്ഞാൽ മതിയെന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ സർപ്രൈസിന് വേണ്ടിയിട്ട് കാത്തിങ്ങനെ ഇരിക്കണം. അങ്ങനെ സമയം 4-4:30 ചച്ചു ആഗതമായി. അടിപൊളി സർപ്രൈസ് ആയിരുന്നു ചച്ചുവിൻ്റെ കയ്യിൽ. ചച്ചു ഉദ്ദേശിച്ച സർപ്രൈസ് മത്സരങ്ങളിൽ പങ്കെടുത്ത സർട്ടിഫിക്കറ്റും അതിൻ്റെ ട്രോഫീസും ആണ് ഉദ്ദേശിച്ച സർപ്രൈസ്. ആ സർപ്രൈസ് അവന് കിട്ടി. പക്ഷേ ആക്ച്വലി ശരിക്കും ഞാൻ സർപ്രൈസ് ആയത് കാണിച്ചു തരാവേ. ശരിക്കും അടുത്തോണ്ടത് കാണിക്ക്. സ്കൂളിൽ നിന്ന് വന്നപ്പോൾ അയ്യോ അമ്മി എന്റെ പേരിന് നീ വരുന്നില്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞു? റിംഗ് ടെന്നീസിന്റെ സംഭവം അടിച്ചുകൊണ്ട് ഒരു ഇങ്ങനെ ഇരുന്ന വിരല് ഇങ്ങനെ ആയിപ്പോയി. മുകളിലോട്ട് ഇങ്ങനെ മടങ്ങിപ്പോയി. പിന്നെ ഞാൻ വളച്ചു വെച്ചത് എനിക്കത് അനക്കാൻ പറ്റണില്ല. ഇങ്ങോട്ടോ ഇങ്ങനെ അങ്ങോട്ട് വളഞ്ഞു പോയാ. അങ്ങോട്ട് വളഞ്ഞെന്നാ ഒന്ന്. അങ്ങോട്ട് വളഞ്ഞപ്പോ എന്തോ ഇതായി, മനസ്സിലായ? എന്നിട്ട് പിന്നെ ഞാൻ കൈ ഇങ്ങനെ മടക്കി വെച്ച് പിന്നെ നീര് വെച്ചിട്ട് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കാൻ പറ്റില്ല. അങ്ങോട്ട് അനക്കാലും വേദന, ഇങ്ങോട്ട് അനക്കാലും വേദന. അങ്ങനെ വെച്ചു എനിക്ക് അടിപൊളി സർപ്രൈസ് ആണ് തന്നത്. ഞാൻ ഈ ട്രോഫി സർട്ടിഫിക്കറ്റും കണ്ടിട്ടല്ല ഞാൻ സർപ്രൈസ്ഡ് ആയത്, ചച്ചുവിൻ്റെ കൈ കണ്ടിട്ടാണ്. കാരണം ചച്ചുവിൻ്റെ കൈയും കാലുമാണ് എൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ തന്നെയും നമ്മളുടെ താങ്ങി നിർത്തുന്ന ആണ്. അപ്പം ഞങ്ങളാകെ ചിരിച്ചുകൊണ്ട് പറഞ്ഞെങ്കിലും വിഷമമുണ്ട്. എങ്കിലും സർപ്രൈസ് എന്ന് പറഞ്ഞിട്ട് ഇതുപോലൊരു സർപ്രൈസ് തന്നത് ഓർത്തിട്ട് എനിക്ക് ചിരിക്കണോ കരയണോ എന്നൊന്നും അറിയത്തില്ല. ചച്ചുവിന്റെ ഫേസ് വേണ്ട ഒരു വിരലുണ്ട്. ഞാൻ പറഞ്ഞ ഒരു വിരല് പോയിട്ട് എന്താ പറഞ്ഞെന്താ? ഒരു വിരല് പോയപ്പോ എനിക്ക് ദൈനംദിന കാര്യങ്ങൾ ചെയ്യാൻ പോലും പറ്റാതെ. ഏറ്റവും വിഷമം തൈരൊഴിച്ച് ഇങ്ങനെ കഴക്കൊഴ എന്നാക്കിയാണ് ചോറ് കഴിക്കണത്. അവരച്ഛനും മോനും എന്താ അറിയണമെന്ന് പറയണം. പഞ്ചേന്ദ്രിയങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് അറിയണം. കൈ അറിയണം, പിന്നെ ഭക്ഷണത്തിന് മണം അടിക്കുമ്പോ മൂക്കറിയണം, പിന്നെ നാക്കല്ലേലും അറിയും, കണ്ണ് അതിന്റെ ഒരു ഭംഗി കാണുമ്പോ. ഇവര് ഭക്ഷണം കഴിക്കണ സൗണ്ടും. എനിക്ക് കയ്യിൽ ഇങ്ങനെ ചോറ് ഇങ്ങനെ പറ്റി പിടിക്കാണ്ടിരുന്ന് കഴിക്കണ ഇഷ്ടം. അപ്പൊ ചച്ചുവിന് നാളെ തൊട്ട് തൈരൊക്കെ ഇങ്ങനെ വെച്ച് കൊഴാന്നാക്കി ചോറ് കഴിക്കാൻ ബുദ്ധിമുട്ടും, ചേട്ടരുത്. അപ്പം അതാണ് ചച്ചുവിൻ്റെ ഏറ്റവും വലിയ വിഷമം. നാളെ തൊട്ട് ഞാൻ ചോറ് വാരി കൊടുക്കണമല്ലേ ചച്ചുവിന്. ശരിയെന്നാ, ഓക്കെ.